പുത്തനത്താണി PKM ട്രാവൽസിന് കീഴിൽ 2022 ഹജ്ജ് കർമ്മം നിർവഹിച്ച ഹാജിമാരുടെ സംഗമവും 2027 പുതിയ ഹജ്ജ് പാക്കേജുകളുടെ പ്രഖ്യാപനവും നടന്നു. PKM ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു പരിപാടി. 2025 ഹജ്ജ് കർമ്മം നിർവഹിച്ച ഹാജിമാരുടെ സംഗമവും 2027 പുതിയ ഹജ്ജ് പാക്കേജുകളുടെ പ്രഖ്യാപനവുമാണ് നടന്നത്. ചീഫ് അമീർ പൊന്മള മൊയ്തീൻകുട്ടി ബാഗവി ഉസ്താദ് സംഗമം ഉദ്ഘാടനം ചെയ്തു. നാം എല്ലാം പുണ്യഭൂമിയിൽ 40 ദിവസം, സുമാർ 40, അതിൽ കുറച്ച് 1-2 ഒരു കുറവാകാം, കറക്റ്റ് ഇപ്പോൾ ഓർമ്മയില്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ 41, 42 ആവാം. ഈ വർഷം 43ാമത്തെ ദിവസമാണ് നമ്മൾ തിരിച്ചെത്തി. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരുമിച്ചുകൂടി ഒരുപാട് നേരത്തെ സ്വാഗതത്തിൽ ഒരുപാട് വിശദമായി പറഞ്ഞല്ലോ പുണ്യസ്ഥലങ്ങൾ. അതൊക്കെ ഒന്ന് അയവിറക്കൽ. ഇനിയും നമുക്ക് ഉംറക്കും മറ്റൊക്കെ പോയി ആ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാനും പുണ്യം നേടാനും അമലുകൾ വർദ്ധിപ്പിക്കാനും ഉള്ള തൗഫീഖ് ചെയ്യട്ടെ. മറ്റൊരുപാട് ഹാജിമാർ കഴിഞ്ഞു പോയില്ലേ, നമ്മൾ ഗ്രൂപ്പുണ്ട്. ഈ കൊല്ലം ഗ്രൂപ്പ് ഡിവിഷൻ ഇത്ര സജീവമായിട്ട് നമ്മളെന്തില്ല, എല്ലാ സമയത്തും ഇടപഴകലും മറ്റൊന്നും ഉണ്ടാവാറില്ല. ഹുസൈൻമാരെ സംബന്ധിച്ച് തന്നെ പറയുമ്പോൾ ഒരു കച്ചവട കണ്ണ് എന്നുള്ളത് അല്ല ഹുസൈൻമാർക്കുള്ളത്. ഞാൻ പറയേണ്ട ഹുസൈൻമാരുണ്ടാവും ഇരുത്തി പറയുന്നു അത്ര ശരിയില്ലാത്ത ഞാൻ പറയണമില്ല. നിങ്ങൾക്ക് അനുഭവത്തിലാണ്. ലാഭം നോക്കിയാലും മറ്റൊന്നും ഈ വർഷമൊക്കെ തന്നെ എത്ര ഒരുപാട് സേവനങ്ങൾ, ഒരു കഠിനമായ നിയന്ത്രണം അമീർമാർക്ക് മറ്റു ചില ഗ്രൂപ്പിലൊക്കെ നമുക്ക് അനുഭവമുണ്ട്. അമീർമാർ പറയാറുമുണ്ട്, മൂപ്പരെ വളരെ കർശനമായിട്ടാണ് നിയന്ത്രണം, നമുക്ക് സ്വാതന്ത്ര്യമായിട്ടൊന്നും ചെയ്യാൻ സാധിക്കില്ല, നമ്മളെ ഇഷ്ടം പോലെ പ്രവർത്തിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്ന അമീർമാരുണ്ട്. അതിന് മാറ്റാണ് ഹുസൈൻഭായിൻ്റെ നമ്മളെ മക്കളെയും അനുഭവങ്ങൾ ഞാൻ കൂടുതൽ നിർത്തി പറയുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു ഗ്രൂപ്പാണ് നമ്മൾ. പല്ലാർ അലിഹാജി അധ്യക്ഷനായി. ഗ്രൂപ്പ് അമീർ അസൈനർ സക്കാഫി കിഴക്കേമല ഹജ്ജ് യാത്രയുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ അവതരിപ്പിച്ചു. ഗ്രൂപ്പ് MD ഹുസൈൻ ഹാജി ഹാജിമാർക്ക് ആശംസ നേർന്നു. ഈ വർഷം ഞങ്ങൾക്ക് ഹജ്ജിന് കുറച്ച് കൂടുതൽ കോട്ട ഉണ്ടായിരുന്നു. എല്ലാവരും പോയി വന്നു, വളരെ റായത്താണ്. അപ്പോൾ ഇനി അടുത്ത വർഷം ഞങ്ങൾ ഒരു പുതിയ പദ്ധതി തുടങ്ങുന്നുണ്ട്. ഹജ്ജ് കമ്മിറ്റീൻ്റെ റേറ്റിൽ ഈ വർഷവും കഴിഞ്ഞ വർഷമൊക്കെ വലിയ റേറ്റാണ്. 6,50,000 റുപ്യയാണ് ഒരു ഹാജിയുടെ ചാർജ്. അപ്പോൾ അടുത്ത വർഷം ഞങ്ങളൊരു 5 ലക്ഷം റുപ്യക്ക് ഗവൺമെൻറ് വിലയിൽ, ഗവൺമെൻറ് നിലവാരത്തിൽ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ സൗകര്യത്തോടു കൂടി കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതിന് അത്യാവശ്യം കുറേ ബുക്കിംഗ് വന്നു. ഞങ്ങൾ ബുക്കിംഗ് ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല. ഇൻഷാ അല്ലാഹ് അടുത്ത മാസം നടത്തും. ഇപ്പോൾ 2 ചാർജാണ്. ഒന്ന് 6.5 ലക്ഷം റുപ്യയും ഒന്ന് 5 ലക്ഷം റുപ്യയും. 5 ലക്ഷം റുപ്യയിലേക്ക് ഇപ്പോൾ ഒരു 10-40 പാസ്പോർട്ട് ഇപ്പോൾ ഓൾറെഡി ബുക്കിംഗ് ആയി. ഗവൺമെൻറ്റിൻ്റെ റേറ്റിൽ കൊണ്ടുപോകാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് ഗവൺമെൻറ്റിൻ്റെ യാത്രയിലുള്ള സൗകര്യങ്ങൾ ഉണ്ടാവുള്ളൂ. ദുൽഹജ്ജിൽ അത് നമ്മൾ മദീനയിൽ നിന്ന് മക്കയിലേക്ക് വരുന്ന സമയത്ത് നാട്ടിൽ നിന്ന് ഹജ്ജിനെ ഇഹ്റാം ചെയ്ത് വരും. അങ്ങനെ അസീസിയിലോ അല്ലെങ്കിൽ കാക്കിയ അവിടെ താമസിക്കും. പിന്നെ അറഫ മീന കഴിഞ്ഞ് മക്കയിലേക്ക് വരും. മക്കയിൽ നിന്ന് മദീന വന്ന് മദീനയിൽ നിന്ന് നാട്ടിൽ തിരിക്കും. അതങ്ങനെയാണ് ആ പാക്കേജ്. അപ്പോൾ അതിന് 5 ലക്ഷം റുപ്യയും മറ്റേത് 6,50,000 റുപ്യ. അതിൽ 5 ലക്ഷം റുപ്യയിൽ GSTയും ടാക്സും ഉണ്ട്. അതിലൊരു 20,000 റുപ്യ അവർക്ക് തിരിച്ചു കിട്ടും. ശേഷം 2027 പുതിയ ഹജ്ജ് പാക്കേജുകൾ ചടങ്ങിൽ പ്രഖ്യാപിച്ചു. ചടങ്ങിൽ വെച്ച് മികച്ച സേവനം കാഴ്ചവെച്ച അമീർമാർക്ക് ഉപഹാരങ്ങൾ നൽകി. ഹജ്ജ് സേവന രംഗത്ത് ദീർഘകാലത്തെ അനുഭവ സമ്പത്തുള്ളവരെയും ചടങ്ങിൽ പ്രത്യേകം ആദരിച്ചു. നിലവിലുള്ള പാക്കേജുകൾക്ക് പുറമെ ഉംറ സർവീസ് ഉൾപ്പെടെയുള്ള പുതിയ സേവനങ്ങൾ കൂടി പുതിയ പാക്കേജുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സംഗമത്തിൽ സൈഫുദ്ദീൻ സക്കാഫി സംസാരിച്ചു. ഹുസൈൻ ഹാജി കന്നിപ്പുര സ്വാഗതവും അബ്ദുറഹ്മാൻ ഹാജി പല്ലാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മീഡിയ വിഷൻ.